പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഡിസംബർ 8-ാം തീയതി രാവിലെ 9-ന് തുടങ്ങും. പോളിംഗ് ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് എത്തി സാമഗ്രികൾ കൈപ്പറ്റണം. കൂടാതെ പ്രചാരണങ്ങളിൽ ശബ്ദ നിയന്ത്രണം കർശനമായി പാലിക്കണമെന്നും നിശബ്ദ മേഖലകളിൽ ലൗഡ് സ്പീക്കറുകൾ ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം രാവിലെ 9 മണിക്ക് ആരംഭിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർ അതത് വിതരണ കേന്ദ്രങ്ങളിൽ യഥാസമയം എത്തിച്ചേർന്ന് സാമഗ്രികൾ കൈപ്പറ്റി ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തണമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്താകെ 244 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. വിതരണ കേന്ദ്രങ്ങളിൽ കുടിവെള്ളം, ഭക്ഷണം, ചികിത്സാ സഹായം, വാഹന സൗകര്യം എന്നിവ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കും. എല്ലാ കേന്ദ്രങ്ങളിലും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ആകെ 117 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ എറണാകുളത്ത് 28 വിതരണ കേന്ദ്രങ്ങളും ഉണ്ട്. കൊച്ചിയിൽ മഹാരാജാസ് കോളേജ് ഓഡിറ്റോറിയമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണങ്ങളിൽ ശബ്ദ നിയന്ത്രണം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു. അനുവദനീയമായ ശബ്ദപരിധിക്ക് മുകളിലുള്ള മൈക്ക് അനൗൺസ്മെന്റുകൾ, ലൗഡ് സ്പീക്കറിലൂടെയുള്ള പ്രചാരണ ഗാനങ്ങൾ എന്നിവ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ആശുപത്രി, വിദ്യാലയ പരിസരങ്ങൾ ഉൾപ്പെടെയുള്ള നിശബ്ദ സോണുകളിൽ ശബ്ദ പ്രചാരണം പൂർണ്ണമായും ഒഴിവാക്കണം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ചുള്ളിക്കിലുള്ള നമ്മുടെ സോൾ ഫാഷനിൽ എല്ലാ വസ്ത്രങ്ങൾക്കും 50% വരെ ഓഫർ ഉണ്ട്. കുട്ടികളുടെ പാൻസിന് 25 രൂപ കൊടുത്താൽ ഈ കോഡ് സെറ്റിന്റെ വില വെറും 199 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന് റേറ്റ് വരുന്നത് വെറും 310 രൂപ മാത്രം. ഗേൾസിന്റെ നല്ല ട്രെൻഡിങ് ക്രോപ്പ് ടോപ്പുകൾ വേഗം വന്നാൽ ഡബിൾ ആയിട്ട് മേടിക്കും.